പാലായിൽ ഇന്ന് നിർണായകമായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട് നിർണായകമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിർണായകമായ ഒരു അവസ്ഥ കഴിഞ്ഞു. മുന്നണി മാറ്റം ഇല്ല എന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി അതിന്മേലൊരു ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം മുന്നണി മാറ്റ ചർച്ചകൾ ആ പാർട്ടിക്കകത്ത് കാര്യമായ ഭിന്നതയുണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗം UDF-ലേക്ക് പോകണമെന്ന നിലപാടുള്ളവരാണ് ഇപ്പോഴും. എന്നാൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഉൾപ്പെടുന്ന വിഭാഗം പോകേണ്ടതില്ല, LDF തുടരാം എന്ന നിലപാടുള്ളവരാണ്. അപ്പോൾ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ അതിനകത്തുള്ള ഭിന്നതയും എങ്ങനെ ഈ മുന്നണി മാറ്റ ചർച്ച വന്നു എന്ന കാര്യവും ഒക്കെ വിശദമായി. മാത്രമല്ല പാർട്ടിക്കകത്തുള്ള ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ മുന്നണി മാറ്റ ചർച്ചകൾ LDF-നകത്ത് പാർട്ടിയെ സംശയ നിഴലിലാക്കി എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്ത ഇതിനകത്ത് പുറത്തു വരുന്നത് എന്താണെന്ന് പറയാം, മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് മുന്നണി മാറ്റത്തിന് തടയിട്ടത് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു. സഭയുടെ സമ്മർദ്ദവും സഭയുടെ താല്പര്യവും ഒക്കെ പരിഗണിച്ചതാ കേരള കോൺഗ്രസും UDF-ലേക്ക് പോകാൻ പോകുന്നു എന്ന സാധ്യത പോയി എന്ന് വരെ പറഞ്ഞു കേട്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു നിർണായകമായ ഇടപെടൽ അവിടെ ഉണ്ടായി. അദ്ദേഹമാണ് തടയിട്ടതെന്ന സൂചനകൾ കൂടിയുണ്ട്. അപ്പോൾ വിവരങ്ങൾക്കായി പോകാം കോട്ടയത്തേക്ക് തന്നെ. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. പക്ഷെ അതിനകത്ത് മുന്നണി മാറ്റം അല്ല ചർച്ചയാവുക, മുന്നണി മാറ്റത്തിലേക്ക് വഴിവെച്ച കാര്യങ്ങളിലേക്കായിരിക്കും ചർച്ചയുണ്ടാവുക എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി വളരെ പ്രസക്തമാണ്. അപ്പോൾ എപ്പോഴാണ് യോഗം നടക്കുക? അപ്പോൾ ഒടുവിൽ വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടി ഈ മുന്നണി മാറ്റ ചർച്ചകളെ നിഷ്ഫലമാക്കുന്നതിലുണ്ട് എന്നതുകൂടി. അതിന്റെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ ജോസി. ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ നിന്നിരുന്ന കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ, അതോടൊപ്പം തന്നെ അത്തരം അഭ്യൂഹങ്ങൾ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലപാട് പറഞ്ഞതോടുകൂടി താൽക്കാലികമായി അവസാനിച്ചു, അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ പൂർണ്ണമായും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും അഭിപ്രായ ഭിന്നതകളുണ്ട്. രണ്ട് വിഭാഗമായി തന്നെ പാർട്ടിയിൽ രണ്ട് അഭിപ്രായങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. LDF-ൽ ഉറച്ചു നിൽക്കണമെന്ന് ഒരു വിഭാഗം കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുവിഭാഗം UDF-ലേക്ക് പോകേണ്ട ഉചിതമായ ഘട്ടമായിരുന്നു ഇത്, ഇപ്പോൾ ഉണ്ടായ തീരുമാനം തിരിച്ചടിയാണ് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കോട്ടയം തിരുനക്കരയിലെ ഓഫീസിലാണ് യോഗം ചേരുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് യോഗം നടക്കുക. ഈ യോഗത്തിൽ കൃത്യമായും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുടെ ഒരു വിശദീകരണം പാർട്ടി ചെയർമാൻ നടത്തും. പ്രത്യേകിച്ച് ഉണ്ടായ ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന വാർത്തകളും അത് പിന്നീട് എന്തുകൊണ്ട് അത് നിഷേധിച്ച് LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് യോഗത്തിൽ ചർച്ചയാകും. അത് സംബന്ധിച്ചുള്ള വിശദീകരണം ജില്ലാ പ്രസിഡന്റുമാർക്കും മറ്റ് അംഗങ്ങൾക്കും പാർട്ടി ചെയർമാൻ നൽകും. സ്വാഭാവികമായും ഇതിൽ വിമർശനങ്ങളും ഉയർന്നു വന്നേക്കാം. നേരത്തെ തന്നെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 പേർ LDF-ൽ ഉറച്ചു നിൽക്കണമെന്ന് MLA-മാർ ആവശ്യപ്പെട്ടു. പ്രമോദ് നാരായണനും മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ N ജയരാജ് അടക്കമുള്ളവർ ആ നിലപാടാണ് സ്വീകരിച്ചത്. നേരെ മറിച്ച് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ചങ്ങനാശ്ശേരി MLA ജോ മൈക്കിൾ അടക്കമുള്ളവർ UDF-ലേക്ക് പോകണമെന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ഈ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഒരു ഉദ്വേഗമുണ്ട്. ഭരണത്തിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം എന്നത് ഇപ്പോഴും ചില മുന്നണി മാറ്റ ചർച്ചകളുടെ ശേഷിപ്പുകൾ അവശേഷിക്കുന്നു എന്നുള്ള കാര്യം CPM-ഉം ഭയക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിന്റെ ഒരു പൊതുവിലയിരുത്തൽ ഇപ്പോഴുണ്ടാക്കിയ സംഭവ വികാസങ്ങൾ മുന്നണിയിൽ CPM-ന് മുന്നിൽ മറ്റ് ഘടകകക്ഷികൾക്ക് മുന്നിൽ കേരള കോൺഗ്രസിന്റെ സംശയ നിഴലിലാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്ന വിഭാഗം പറയുന്നത് ഇത് UDF ഒരുക്കിയ ഒരു കെണിയാണ്, മാധ്യമ വാർത്തകളും പ്രചാരണങ്ങളും അതിൽ ചെന്ന് വീണു കൊടുക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് UDF-ലേക്ക് പോകണമെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴായിരുന്നു ഉചിതമായ സമയം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടക്കം തിരിച്ചടി ചൂണ്ടിക്കാണിച്ചും സഭാ വിഭാഗങ്ങളുടെ സമ്മർദ്ദം ഉയർത്തിയും ഇപ്പോൾ സ്വാഭാവികമായും മുന്നണി വിട്ട് പുറത്തു പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. ആ അവസരം നഷ്ടമാക്കിയെന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് ഈ മുന്നണി മാറ്റ ചർച്ചകൾക്ക് തടയിട്ടത്, അല്ലെങ്കിൽ അത്തരമുള്ള നീക്കങ്ങൾക്ക് തടയിട്ടത്. മന്ത്രി റോഷി അഗസ്റ്റിനുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തു. സ്വാഭാവികമായും അത് ജോസ് കെ മാണിക്കൊരു അങ്കലാപ്പുണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മുന്നണി മാറ്റമുണ്ടായാൽ ഒരു വിഭാഗം LDF-ൽ ഉറച്ചു നിന്നാൽ പാർട്ടി പിളരും. അങ്ങനെയെങ്കിൽ UDF-ൽ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ഈ LDF-ൽ ഇപ്പോൾ നിൽക്കുന്ന തരത്തിലുള്ളൊരു ശക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ
UDF-ൽ ചെല്ലുമ്പോൾ പൂർണ്ണമായും ഒരു ബാർഗൈനിങ് ശക്തിയാകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ ജോസ് കെ മാണിക്കുണ്ടായിരുന്നു. അതൊക്കെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ സ്വാഭാവികമായും ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും.